ഹായ് ഓൾ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇനി മുതൽ 10 ക്വസ്റ്റ്യൻസ് പറയുമെന്ന് പറഞ്ഞ് ഇന്നത്തെ അതിൻ്റെ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പിന്നെയും വന്നിരിക്കുന്നത്. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടൈം കളയുന്നില്ല, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാം. വാട്ട് ഈസ് ദ ഫുഡ് ദാറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ഡ്യൂറിങ് പ്രഗ്നൻസി? നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ എന്ത് ടൈപ്പ് ഓഫ് ഫുഡാണ് നമ്മൾ ലിമിറ്റഡ് ചെയ്യേണ്ടത്? ഒരുപാട് കഴിക്കേണ്ടാത്തതെന്നാണ് പറയുന്നത്, ഒരുപാടെന്നല്ല, കഴിക്കേണ്ടാത്ത ഫുഡ് ഏതാണെന്നാണ് പറയുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്: 1 റോ മീറ്റ്, 2 കുക്ക്ഡ് മീറ്റ്, 1 കുക്ക് ഫിഷ്, വെൽ വാഷ്ഡ് വെജിറ്റബിൾസ്. നമുക്ക് മനസ്സിലാവും കുക്ക്ഡ് മീറ്റ് പ്രശ്നമൊന്നുമില്ല, കുക്ക്ഡ് ഫിഷും കുഴപ്പമില്ല, വെൽ വാഷ്ഡ് വെജിറ്റബിൾസ് എന്തായാലും ഒരു പ്രശ്നമുള്ള സാധനമാണ്. അപ്പോൾ ഇതിനകത്തിൽ ആൻസർ എന്ന് പറഞ്ഞാൽ റോ മീറ്റ് ആണ്. റോ മീറ്റ് ഒരിക്കലും പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസ് കഴിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് പറയുന്നത്, നമ്മുടെ ഈ സാൽമോണലെയും ഈക്കോളയും പോലുള്ള ഈ ബാക്ടീരിയാസ് അല്ലേ ഈ റോ മീറ്റിനകത്തിൽ ഏറ്റവും കൂടുതൽ കാണും. അത് കുക്ക് ചെയ്താൽ മാത്രമേ ഇങ്ങനെയുള്ള ബാക്ടീരിയാസ് നശിച്ചു പോകത്തുള്ളൂ. അപ്പോൾ ഈ കുക്ക് ചെയ്യാതെ ഈ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിന് എന്ത് പറ്റും? ഈ ബാക്ടീരിയാസ് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിൻ്റെ ഉള്ളിൽ പോവുകയും അത് ഫുഡ് പോയ്സൺ ഉണ്ടാക്കുകയെന്ന് മാത്രമല്ല, അത് ആ ബാക്ടീരിയ നമ്മുടെ ഫീറ്റസ്, അതായത് ഉള്ളിലിരിക്കുന്ന കുട്ടീനെ നശിപ്പിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസ് ഒരിക്കലും എന്ത് കഴിക്കില്ല? റോ മീറ്റ്സ് കഴിക്കില്ലെന്ന് സാധാരണയായിട്ട് പറയാറുണ്ട്. അപ്പം നമ്മൾ പറയാൻ പോകുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ്റെ സെയിം ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഫുഡ് ദാറ്റ് ഷുഡ് ബി ലിമിറ്റഡ് ഡ്യൂറിങ് പ്രഗ്നൻസി? നമ്മൾ മുമ്പേ ചോദിച്ച സെയിം ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഓപ്ഷൻ വേറെയാണ്. അതിന് തിരിയാതെ ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻസ് ഒന്ന് പാസ്ചറൈസ്ഡ് മിൽക്ക്, എന്തായാലും പാസ്ചറൈസ്ഡ് മിൽക്ക് പ്രഗ്നൻറ്റ് വുമൻസിന് കൊടുക്കാൻ പറ്റും. പ്രോസസ്ഡ് ചീസ്, അതും സേഫാണ് പ്രഗ്നൻസിയിൽ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ യോഗേർട്ടും കഴിക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷേ പ്രഗ്നൻറ്റ് വുമൻസിന് കഴിക്കാവുന്നതാണ്. പെട്ടെന്ന് ഫോർത്ത് ഓപ്ഷൻ എന്ന് വെച്ചാൽ സോഫ്റ്റ് ചീസിനകത്ത് എന്താ പ്രശ്നം എന്ന് പറയുന്നത്, ഈ ലിസ്റ്റീരിയ പോലുള്ള ഹാംഫുൾ ബാക്ടീരിയാസ് ഈ സോഫ്റ്റ് ചീസിനകത്തിൽ ഉണ്ട്. അപ്പം അത് നമ്മുടെ ഫീറ്റസിനെ എന്ത് ചെയ്യും? ഹാംഫുൾ ആക്കും. അതുകൊണ്ട് സാധാരണ പറയും എന്താണ്, ഈ സോഫ്റ്റ് ചീസ് പ്രഗ്നൻറ്റ് വുമൻസ് കഴിക്കാൻ പാടില്ലെന്ന്. ആൻസർ ഒന്ന് പറയാം, റോ മീറ്റ് കഴിക്കാൻ പാടില്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്, റോ മീറ്റും ഈ സോഫ്റ്റ് ചീസും കൂടെ ഒരുമിച്ച് ഓപ്ഷനകത്തിൽ എന്തായാലും വരത്തില്ല. ഇത് രണ്ടിലേതിലും ഒന്നേ ഓപ്ഷനകത്തിൽ വരത്തുള്ളൂ. മനസ്സിലായല്ലോ? റോ മീറ്റ് വരുന്ന സാൽമോണല്ല, അങ്ങനെ ഈക്കോളെ പോലുള്ള ബാക്ടീരിയാസ് കാണും. ഈ സോഫ്റ്റ് ചീസിനകത്തിൽ ലിസ്റ്റീരിയ പോലുള്ള ബാക്ടീരിയാസ് കാണും. അതുകൊണ്ടാണ് സാധാരണ എന്ത് പറയുന്നത്, ഈ റോ മീറ്റും സോഫ്റ്റ് ചീസും ഒന്നും പ്രഗ്നൻസിയിൽ കഴിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. നെക്സ്റ്റ് ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എ പേഷ്യൻ്റ് അറ്റ് 34 weeks ജെസ്റ്റേഷൻ പ്രസൻസ് വിത്ത് ഇറഗുലർ പെയിൻലെസ് കോൺട്രാക്ഷൻ. ക്വസ്റ്റ്യനകത്തിൽ ഓർത്തോണം, 34 weeks ആണ്, അതുപോലെ ഇറഗുലർ ആയിട്ടുള്ള പെയിൻലെസ് കോൺട്രാക്ഷൻ. വാട്ട് ആർ ദി സയൻസ് കോൾഡ് എന്നാണ് ചോദിച്ചത്. ഹെഗേഴ്സ് ആൻഡ് ബ്രാക്സൺ ഹിഗ്സ് ട്രൂ ലേബർ. ഇതിലേതാണെന്നുള്ളത് ഹെഗേഴ്സ് അല്ല, ട്രൂ ലേബറും അല്ല. ട്രൂ ലേബർ എന്തായാലും വിത്ത് പെയിൻ ആൻഡ് ഇറഗുലർ കോൺട്രാക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? അത് ട്രൂ ലേബർ ആണെന്ന് പറയാം. എന്നാൽ ഇത് ഇറഗുലർ പെയിൻലെസ് കോൺട്രാക്ഷൻ ആയതുകൊണ്ട് എന്ത് നമുക്ക് പറയാൻ പറ്റും? ബ്രാക്സൺ ഹിഗ്സ് കോൺട്രാക്ഷൻ ആണ് നമ്മൾ അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ. നോർമൽ 34 weeks, അതായത് 3rd ട്രൈമസ്റ്ററിലാണ് ഇതുണ്ടാകാൻ കാരണം. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം പറയാം, ഇതൊരു ട്രയൽ ഫോർ ലേബർ ആണെന്ന്. ലേബറിന് മുമ്പ് ജസ്റ്റ് നമ്മുടെ ബോഡി തന്നെ ഒരു ട്രയൽ ചെയ്ത് നോക്കുന്നതാണ്. അതിനെയാണ് നമ്മൾ ബ്രാക്സൺ ഹിഗ്സ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പെയിൻലെസ് ആയിരിക്കും. ഇപ്പം നമ്മൾ ഡോക്ടറോട് നമുക്കറിയില്ല, ഇപ്പം മെഡിക്കൽ ഫീൽഡ് അല്ലാത്ത ഒരാൾ ഇപ്പോൾ കംപ്ലയിൻറ്റ് പറയാം, എനിക്കൊരു ജസ്റ്റ് സെർവിക്കൽ ഒരു കോൺട്രാക്ഷൻ പോലെ ഇങ്ങനെ ഉണ്ടായി എന്ന് ചെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ ചോദിക്കും പെയിൻ ഉണ്ടോ? അപ്പോൾ പെയിൻ ഇല്ല, നോർമൽ ചെറിയൊരു പെയിൻ നോർമലായിട്ടൊരു പെയിൻ ഉള്ളതേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ നോർമൽ ഭയങ്കര ഹെവി ആയിട്ടുള്ള അൺബെയറബിൾ ആയിട്ടുള്ള പെയിനൊന്നും ഇല്ല എന്ന് പറയാം. അപ്പോൾ ഡോക്ടർ PV ചെയ്ത് നോക്കും. PV ചെയ്ത് നോക്കുമ്പോൾ സെർവിക്കൽ ഡയലേഷൻ ഇതിന് കാണത്തില്ല, പെയിൻ കാണത്തില്ല, ഇറഗുലർ ആയിരിക്കും. നോർമലി 3rd ട്രൈമസ്റ്റർ 34 weeks ജെസ്റ്റേഷനൊക്കെ കാണുവാണെങ്കിൽ അങ്ങനെയുള്ള കോൺട്രാക്ഷൻ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ബ്രാക്സൺ ഹിഗ്സ് കോൺട്രാക്ഷൻ. പെയിൻലെസ് ഇറഗുലർ കോൺട്രാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്രാക്സൺ ഹിഗ്സ് കോൺട്രാക്ഷൻ. അവർക്ക് മനസ്സിലായല്ലോ? നെക്സ്റ്റ് എന്ന് പറയുന്നത് അടുത്തൊരു പ്രഗ്നൻസി റിലേറ്റഡ് 5 പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യനും 5 ഞാൻ വേറൊരു ക്വസ്റ്റ്യനുമാണ് എടുത്തിരിക്കുന്നത്.
നെക്സ്റ്റ് പ്രഗ്നൻസി റിലേറ്റഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ സൈഡ് എഫക്റ്റ് ഓഫ് HCG ഹോർമോൺ. നമുക്കറിയാം പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് HCG. HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. നമുക്കറിയാം ഈ ഹോർമോൺ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹോർമോണിൻ്റെ പ്രസൻസ് ആണ് നമ്മൾ ശരിക്കും പ്രഗ്നൻസി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് അറിയുന്നത്. അങ്ങനെയാണ് പ്രഗ്നൻസി കൺഫർമേഷൻ. മനസ്സിലായല്ലോ. പ്ലാസൻ്റയിൽ നിന്ന് മാത്രമേ HCG ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ യൂറിനകത്തിൽ ഈ HCG ഹോർമോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്ലാസൻ്റയുടെ പ്രസൻസിനെയാണ് അത് കാണിക്കുന്നത്. പ്ലാസൻ്റ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയ ഒരു വുമൻസിൽ മാത്രം കാണപ്പെടുന്ന ഒരു ഓർഗനാണ് പ്ലാസൻ്റ എന്ന് പറഞ്ഞത്. അങ്ങനെയാണ് നമ്മൾ എന്താണ് പ്രഗ്നൻസി കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഈ HCG ഹോർമോണിനും ചില സൈഡ് എഫക്ട്സ് ഉണ്ട്. അപ്പോൾ ഇവർ ചോദിച്ചിരിക്കുന്ന 4 ഓപ്ഷൻസ് ഉണ്ട്. ഇതിലേതാണ് ഇപ്പോൾ HCG ഹോർമോണിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഹോർമോണിൻ്റെ സൈഡ് എഫക്റ്റ് എന്നാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അനോറെക്സിയ, രണ്ടാമത്തെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, മൂന്നാമത്തെ മെനപ്പോസ്. അനോറെക്സിയ നോർമൽ ചില വുമൻസിൽ പ്രഗ്നൻസി ടൈമിൽ അനോറക്സിയ കാണും. അത് എല്ലാവരിലും ഒന്നുമില്ല, ചിലവരിലാണ് കാണുന്നത്. അത് നമുക്ക് ഒരിക്കലും HCGയുടെ സൈഡ് എഫക്റ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്തായാലും അത് HCGയുടെ സൈഡ് എഫക്റ്റ് അല്ല. മെനപ്പോസ്, പ്രഗ്നൻസി ടൈമിൽ എന്തായാലും മെനപ്പോസ് അതെന്തായാലും നമുക്ക് കോമൺ സെൻസോടെ തിങ്ക് ചെയ്യാവുന്നത്, അതെന്തായാലും അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. നാലാമത്തെ ഡിപ്രഷൻ. ഇതിനകത്തിൽ ഈസിയായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ ഡിപ്രഷൻ. HCG ഹോർമോണിൽ ഉണ്ടാകുന്നുള്ളൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റാണ് ഡിപ്രഷൻ. നമ്മൾ പല പ്രഗ്നൻറ്റ് വുമൻസിനെ കണ്ടിട്ടുണ്ട് ഡിപ്രസ്ഡ് ആയിട്ടുള്ള, അവർക്ക് മൂഡ് സ്വിങ്സ് പെട്ടെന്നുണ്ടാവും. നിങ്ങൾ കണ്ടു കാണും. അത് ഈ ഹോർമോണിൻ്റെ ചേഞ്ച് കൊണ്ടാണ്. ഹോർമോണിൻ്റെ പ്രസൻസ് ആണ് എന്തിന് ഈ ഡിപ്രഷന് കാരണമായിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു വുമൻസ് മീൻസ് OBG റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാം. ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വുമൺ ഷുഡ് ഗെറ്റ് ദെയർ പാപ്സ്മിയർ ഇൻ എത്ര ഇയറിലാണ് നമ്മൾ വുമൻസ് നോർമലായിട്ടൊരു വുമൻസ് പാപ്സ്മിയർ ചെയ്യേണ്ടതെന്ന് എന്ന് വെച്ചാൽ ഒന്ന് ഓപ്ഷൻ 6 months, നെക്സ്റ്റ് ഓപ്ഷൻ 1 year, നെക്സ്റ്റ് ഓപ്ഷൻ 3 year, നെക്സ്റ്റ് 5 year. നോർമലായിട്ടുള്ള വുമൻസ് 21 to 29 ഏജിൻ്റെ ഇടയ്ക്കുള്ള വുമൻസ്, സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള വുമൻസ് ആണ് നോർമലി അതും ചെയ്യാൻ പറയുന്നത്. ഡോക്ടേഴ്സ് സെക്ഷുവലി ആക്റ്റീവായിട്ടുള്ള വുമൻസിനോട് മാത്രമേ പറയാറുള്ളൂ പാപ്സ്മിയർ ചെയ്യാൻ. അവരാണ് എന്ത് ചെയ്യണം, 3 year എവരി 3 yearൽ പാപ്സ്മിയർ ചെയ്യണം. ഇപ്പം ചില ആൾക്കാരിൽ ചില STDസിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ STD പ്രസൻസ് ആണ്, ഗൊണോറിയ സിഫിലിസ് പോലുള്ള STDs പ്രസൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവർ 1 year ഇയർലി അല്ലെന്നുണ്ടെങ്കിൽ 6 months അവരെന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം. മനസ്സിലായല്ലോ. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന വുമൺ ഷുഡ് ഗെറ്റ് ദിയർ പാപ്സ്മിയർ. നോർമലായിട്ടൊരു വുമൺ വൺസ് ഇൻ 3rd year ആണ് പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ അബ്നോർമൽ ലങ് സൗണ്ട്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കറിയാം അബ്നോർമൽ ലങ് സൗണ്ട്സ് ഏതൊക്കെയാണെന്നുള്ള. ക്രാക്കിൾസ് ഉണ്ട്, റോങ്കി ഉണ്ട്, വീസിംഗ് ഉണ്ട്, ബ്രോങ്കിയൽ ഉണ്ട്, സ്റ്റേർഡർ ഉണ്ട്. ഇതൊക്കെയാണ് അബ്നോർമൽ ബ്രെത്ത് സൗണ്ട്സ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ പറഞ്ഞു തരാം. ക്രാക്ലിംഗ് ലങ് സൗണ്ട്സിന് എന്താണ് നമ്മൾ പറയുന്നത്, ക്രാക്ലിംഗ് ആയിട്ടുള്ള ലങ് സൗണ്ട്സ് നമ്മൾ എന്താണ് പറയുന്നതെന്നാണ്. 3 ഓപ്ഷൻസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. റെയിൽസ്, വീസിംഗ്, റോങ്കി. അതായത് ക്രാക്ലിംഗ് ലങ് സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ റെയിൽസ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ദ പ്രസൻസ് ഓഫ് ഫ്ലൂയിഡ് ഇൻ ദ ആൽവിയോളി, ദാറ്റ് ടൈം ദ ലങ് സൗണ്ട്സ് ഈസ് ക്രിയേറ്റ് സം ക്രാക്ലിംഗ് സൗണ്ട്സ്, ഇറ്റ്സ് കോൾഡ് ആസ് റെയിൽസ് എന്നാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് റിലേറ്റഡ് ടു ഹൈ പിച്ച്ഡ് ബ്രെത്ത് സൗണ്ട്സ്. നമ്മൾ മ്യൂസിക് സൗണ്ട് പറയുന്നതും ഇതിനെ തന്നെയാണ്. അതിൻ്റെ ഓപ്ഷൻസ് വെച്ചിരിക്കുന്നത് ക്രാക്കിൾസ്, റോങ്കി, വീസിംഗ്, ബ്രോങ്കിയൽ. മ്യൂസിക് സൗണ്ട് എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും അറിയാം അതെന്താണ്, വീസിംഗ് ആണ് മ്യൂസിക് സൗണ്ട്സ്, അല്ലെങ്കിൽ ഹൈ പിച്ച്ഡ് ലങ് സൗണ്ട്സ് എന്ന്, അല്ലെങ്കിൽ ബ്രെത്ത് സൗണ്ട്സ് എന്ന് നമ്മൾ അറിയപ്പെടുന്നത് എന്താണ്, വീസിംഗ് ആണ്. മനസ്സിലായല്ലോ. ഈ വീസിങ് ഇങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ എയർ പോകുന്ന ആ ഒരു പാസേജ് നാരോ ആകുന്നത്, അതായത് ചില അവിടെ ബ്ലോക്കേജൊക്കെ സംഭവിച്ചത് അത് നാരോ ആകുന്നതിൻ്റെ കാരണമായിട്ട് ആ എയർ പോകുന്ന ആ പാസേജ് ചില സൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. ആ സൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീസിങ്. അപ്പോൾ ആ നാരോ ആകുമ്പോഴത്തേന് നമ്മൾ ഹെയിൽ ചെയ്യുന്ന എയറും ഭയങ്കര കുറവായിരിക്കും, നമ്മൾ പുറത്തുവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വളരെ കുറവായിരിക്കും. അപ്പം നമ്മുടെ ലങ് സൗണ്ട്സ് ചില മ്യൂസിക്കൽ സൗണ്ട്സ് പോലെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും വീസിങ് എങ്ങനെ ഇരിക്കുമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ
നമ്മൾ കണ്ടിട്ടുണ്ട് അസ്തമ പേഷ്യൻസി വലിച്ചിരിക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് മ്യൂസിക്കൽ ബ്രെത്ത് സൗണ്ട്സ്, അല്ലെന്നുണ്ടെങ്കിൽ ഹൈ പിച്ച്ഡ് ബ്രെത്ത് സൗണ്ട്, അതായത് വീസിങ് എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? ബ്രോങ്കൈറ്റിസ്, അസ്തമ അങ്ങനെയുള്ള പേഷ്യൻസിലാണ് ഇത് കൂടുതലായിട്ടും ഈ വീസിങ് സൗണ്ട്സ് കാണപ്പെടുന്നത്. നമ്മൾ ഹൈ പിച്ച്ഡ് ബ്രെത്ത് സൗണ്ട് നമ്മൾ പഠിച്ചു, വീസിങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഹാഷ് ബ്രെത്ത് സൗണ്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ക്രാക്കൽസ്, ഒന്ന് ബ്രോങ്കിയൽ, ഒന്ന് വീസിങ്, എന്ന് സ്റ്റെറോയിഡൽ. സ്റ്റെറോയിഡലാണ് നമ്മളുടെ ഹാഷ് ബ്രെത്ത് സൗണ്ട്സ്. മനസ്സിലായല്ലോ? ഹാഷ് ബ്രെത്ത് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറോയിഡൽ. ഹൈ പിച്ച്ഡ് ബ്രെത്ത് സൗണ്ട് വീസിങ്. ഹാഷ് ബ്രെത്ത് സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റെറോയിഡൽ. മനസ്സിലായി? അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇത്രയാണ്. ഇന്ന് 10 ക്വസ്റ്റ്യൻസാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. മെയിനായിട്ടും OBGയുടെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ലങ്സിൻ്റെ അബ്നോർമൽ സൗണ്ട്സിൻ്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ ലങ്സ് സൗണ്ട്സിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻസേ ചോദിക്കത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ. നോർമലി ചോദിക്കുന്ന മ്യൂസിക്കൽ സൗണ്ട്, ഹൈ പിച്ച് സൗണ്ട്, അതിനുണ്ട് ഹാഷ് സൗണ്ട്സ്, അങ്ങനെയുള്ള സൗണ്ട്സാണ് നോർമലി ചോദിക്കുന്നത്. റിപ്പീറ്റഡ് ആയി ചോദിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റ്യനാണ് മ്യൂസിക്കൽ സൗണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഹൈ പിച്ച് സൗണ്ട്, വീസിങ്ങിനെ കുറിച്ചാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. പിന്നെ OBGയുടെ ചോദിക്കാനുണ്ടെങ്കിൽ പാപ്സ്മിയറിൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ റോമീറ്റും ആ 2 ക്വസ്റ്റ്യനിൽ ഏതൊരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അങ്ങനെ കുറച്ച് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഞാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നോർമലി എടുത്തിട്ടുള്ളത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കുറച്ചെങ്കിലും യൂസ്ഫുൾ ആണ്. അതായത് ചിലവർക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാനൊക്കെ പറ്റാത്ത സാഹചര്യമുള്ള കുറേ ആൾക്കാർ കാണും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് കേട്ടുകൊണ്ടാലും ഇരുന്ന് പഠിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 10 ക്വസ്റ്റ്യൻസ്, അതായത് ഒരുപാട് ക്വസ്റ്റ്യൻസ് പറയുമ്പോഴത്തേന് അത് ചിലവർക്ക് കേട്ടുകൊണ്ടിരിക്കാൻ ബോറും അടിക്കും. അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ 10 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത ദിവസം അല്ലെങ്കിൽ നാളെ വേറെ 10 ക്വസ്റ്റ്യനോ റിപ്പീറ്റഡ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻസിനോ അതിൻ്റെ റാഷണലുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺസ്. ബൈ.